കടലിൽ കണ്ടെയ്നർ മറിഞ്ഞതുകൊണ്ട് മത്സ്യം ആരും മേടിക്കുന്നില്ല, ആരും കൂട്ടുന്നില്ല എന്നൊക്കെ ഒരു പരാതി പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു സംശയം മനുഷ്യരുടെ ഉള്ളിൽ പതിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മീൻ വില കുറച്ച് കൊടുക്കുന്നില്ല? മീൻ എന്തോ വിലയാണ്, 1 കിലോ മത്തിക്ക് 300 രൂപ, 1/2 കിലോ അയിലേക്ക് 200 രൂപ. ഈ സാധാരണപ്പെട്ടവൻ എങ്ങനെ മേടിച്ച് കൂട്ടണമെന്നാണ് പറയുന്നത്? കോഴിക്ക് പശുപ്പനി ആകുമ്പോൾ ആരും മേടിക്കാതെ വരുമ്പം കോഴിക്ക് വില കുറച്ച് കൊടുക്കും, അപ്പോൾ എല്ലാവരും മേടിക്കും എന്ന് പറയുന്ന പോലെ വില കുറച്ചൊന്ന് കൊടുത്തു നോക്കിയേ മത്സ്യവില്പന നടക്കും. അത് കഴിഞ്ഞങ്ങ് കൂട്ടട്ടെ. ഇത് കഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തേരിക്കുന്ന എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആരും മേടിക്കുന്നുമില്ല. മീൻ കച്ചവടക്കാർ വൻ വിലയാണ് സാധാരണപ്പെട്ടവൻ്റെ നിന്ന് മേടിക്കുന്നത്. ഈ മഴയും പിടിച്ച് 1 കിലോ അരി മേടിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നവർ 100, 300, 400 രൂപ കൊടുത്ത് എങ്ങനെ മീൻ മേടിക്കണമെന്നാണ് പറയുന്നത്. ആരും വില കുറച്ച് വീഴാതെ ഒരു വിട്ടുവീഴ്ചകളും ചെയ്യത്തില്ല. അപ്പം പിന്നെ കച്ചവടം മീൻ അവിടെ തന്നെ ഇരുന്ന് ഈഞ്ഞു പോട്ടെ. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? അതുപോലെ തന്നെയല്ലേ ലോട്ടറി. 40 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ലോട്ടറി ഇപ്പോൾ 50 രൂപ ആക്കി. സാധാരണപ്പെട്ടവന് ഞാൻ ചായക്കച്ചവടക്കാരി, എൻ്റെ കടയിൽ വന്ന് 2 ലോട്ടറി എടുത്ത് ഒരു ചായ ഒരു സിഗരറ്റും 100 രൂപ കൊടുത്താൽ സാധിക്കും. ഇപ്പം 2 ലോട്ടറി എടുത്താൽ 100 രൂപ. അതിൽ പ്രൈസ് കൊടുക്കുന്നത് എത്ര? 50 രൂപ. 2000 വെട്ടിക്കുറച്ച്, 200 വെട്ടിക്കുറച്ച്, ഇപ്പം 100, 50, 500, 1000, 5000 ഇത്രയേ ഉള്ളൂ പ്രൈസായിട്ട് കൊടുക്കുന്നത്. സർക്കാരിന് ഇതൊന്നും കിട്ടിയിട്ട് ഒന്നും മുതലാകുന്നില്ല. ഈ സാധാരണപ്പെട്ടവന് 30 ടിക്കറ്റോ 60 ടിക്കറ്റോ എടുത്ത് വിറ്റാൽ ഈ മഴയും പിടിച്ച് 10 ടിക്കറ്റ് പോയില്ലേ 500 രൂപ പോവുക. പിറ്റേന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ വല്ലവരുടെയും കയ്യിൽ നിന്ന് കടം മേടിക്കണം. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഇന്ന് ഈ 50 രൂപ കൂട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കും, അതുമില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കും. സാധാരണപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.